നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംസാരിക്കാൻ പോകുന്ന കാര്യം നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ഉള്ള ഒരു വോയിസ്. നമുക്കതിനെ ഇന്നർ വോയിസ് എന്ന് പറയാം, സെൽഫ് ടോക്ക് എന്ന് പറയാം. നമ്മളുടെ ഉള്ളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസാരത്തെ ഇന്നർ വോയിസ്, സെൽഫ് ടോക്ക് എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. ഇത് നമുക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നവരെയും ഉറങ്ങുമ്പോഴൊക്കെ ഈ ഇന്നർ ടോക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു. സെൽഫ് ടോക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ വോയിസ് അത് ഇങ്ങനെ ഏത് സമയവും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അത് വളരെ ശാന്തമായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് ആ ഉള്ളിലെ സംസാരം വളരെ ശാന്തമായിരിക്കുകയാണ്, നമ്മെ വല്ലാതെ ശല്യപ്പെടുത്തുന്നില്ല. എന്നാൽ ചില സമയങ്ങളിൽ, പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിൽ, ഇമോഷണലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, എന്തെങ്കിലും ചലഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിമിഷത്തിലൊക്കെ ഈ ശബ്ദം വളരെ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് കൂടുതലും കുറ്റപ്പെടുത്തലായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ആയിരിക്കും ഈ ശബ്ദം. അപ്പോൾ ചിലപ്പോൾ ഈ ശബ്ദം കുറഞ്ഞിരിക്കും. എന്നാൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ഈ ശബ്ദം വലുതായിരിക്കും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ശബ്ദം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഉള്ളിൽ ഈ സംസാരം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നർ വോയിസ്, ഇന്നർ ടോക്ക് ഇത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരം. അപ്പോൾ കൂടുതലും വലിയ വിജയങ്ങൾ, നേട്ടങ്ങളൊക്കെ നേടിയിട്ടുള്ള വ്യക്തികളുടെ ഈ ശബ്ദം കൂടുതലും നല്ല പോസിറ്റീവായിട്ടുള്ള വിജയത്തെക്കുറിച്ച്, ഞാൻ നേടിയ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആയിരിക്കും കൂടുതലും സംസാരിച്ചുകൊണ്ടിരിക്കുക. ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റോ ജീവിതത്തിൽ പല തിരിച്ചടികൾ, പ്രശ്നങ്ങൾ ഒക്കെ നേരിടേണ്ട വ്യക്തികൾക്ക് ഈ ശബ്ദം കൂടുതലും വളരെ നെഗറ്റീവായിട്ടുള്ള ശബ്ദമായിട്ട് മാറാറുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശബ്ദം പോസിറ്റീവാണെങ്കിൽ, കൂടുതലും നമുക്ക് അനുകൂലമായിട്ടുള്ള സംസാരമാണ് നടക്കുന്നതെങ്കിൽ, കൂടുതലും നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. നമ്മളെപ്പോഴും നല്ല എനർജറ്റിക് ആയിരിക്കും. നമുക്ക് കാര്യങ്ങളെ വളരെ പോസിറ്റീവായിട്ട് കാണുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ സാധിക്കും. മറിച്ച് ഈ ശബ്ദം വളരെ നെഗറ്റീവായിട്ട് നമ്മളെ തളർത്തുന്ന രീതിയിലുള്ളതാണെങ്കിൽ, നമ്മളുടെ പ്രവർത്തികളും തീരുമാനങ്ങളൊക്കെ അതിന് അനുസരിച്ചായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ശബ്ദത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മളുടെ തീരുമാനങ്ങൾ, പ്രവർത്തികളും ഒക്കെ നമുക്ക് അനുകൂലമായി മാറും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഈ ശബ്ദത്തെ നമുക്കൊരിക്കലും ഇല്ലാതാക്കുവാൻ സാധ്യമല്ല. സാധിക്കുന്നത് നമ്മൾ വളരെ ശാന്തമായിരിക്കുന്ന സമയം, മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയം, റിലാക്സ് ആയിരിക്കുന്ന സമയം, ആ സമയത്തൊക്കെ ഇത് വളരെ ശാന്തമാവും. പക്ഷേ ഇതിനെ നമുക്ക് പരിപൂർണമായിട്ടും ഒഴിവാക്കുവാൻ സാധ്യമല്ല. പക്ഷേ ഈ ശബ്ദത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും, നമ്മൾ ഒരല്പം ശ്രദ്ധ ഇതിന് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇന്നർ വോയിസിനെ, നമ്മുടെ സെൽഫ് ടോക്കിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയാൽ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിൻ്റെ പ്രാധാന്യം, ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ ഏകദേശം കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലും അപ്ലൈ ചെയ്യാം. ഈ ഇന്നർ വോയിസിനെ നമുക്ക് നിലയ്ക്ക് നിർത്തി നമുക്ക് അനുകൂലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ വലിയ ജീവിതത്തിൽ വലിയ വിസ്ഫോടനം, പോസിറ്റീവായി നമുക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാറും എന്നതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഇങ്ങനെ ഒരു വോയിസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഒരല്പ നിമിഷം നിങ്ങൾ നിങ്ങളുടെ ആ ശബ്ദത്തെ ഒന്ന് തിരിച്ച് ഒന്ന് ഒന്ന് ഉള്ളിലോട്ടൊന്ന് നോക്കും. എന്താണ് ഇപ്പോൾ പറയുന്നത്? ഒന്ന് മനസ്സിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ആ ശബ്ദം എന്താ പറയുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ ശ്രദ്ധ കൊടുത്തപ്പോൾ അവനവിടെ ഒന്ന് ഒതുങ്ങിക്കൂടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് ആയിരിക്കാം. ഇനിയിപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നതിനെക്കുറിച്ചായിരിക്കും.
ചിലപ്പോൾ ഈ ക്ലാസ്സൊക്കെ കേട്ടിട്ട് നമുക്കിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സംശയമായിരിക്കാം. അങ്ങനെയൊക്കെ പല രീതിയിലും നമ്മുടെ ഈ ഇന്നർ വോയിസ് നമുക്കിങ്ങനെ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവൻ ആദ്യം ഒന്ന് നിരീക്ഷിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഇവനെ നിരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരണം. കാരണം ഈ ഇന്നർ വോയിസ് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളറിയാതൊക്കെയാണ്. അറിയാതെയാണ് ഇവർ പല ശബ്ദം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ വളരെ നെഗറ്റീവായിട്ടാണ് ഈ ഇന്നർ വോയിസ് എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസിലൂടെ നിരീക്ഷിച്ചൊക്കെ നമുക്ക് ഇതിനെ മാറ്റി പോസിറ്റീവാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കും. അങ്ങനെ ഇവൻ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾ, കുറച്ച് ആഴ്ചകൾ, മാസങ്ങളൊക്കെ കഴിയുമ്പോൾ പിന്നെ അവൻ വളരെ നോർമലായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മളത് ഇങ്ങനൊരു ശബ്ദമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും നമ്മൾ ഫ്രീ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ള മൊബൈൽ എടുത്ത് നമ്മൾ നോക്കുക എന്നുള്ളതായിരിക്കും കൂടുതൽ ആളുകളും ചെയ്യുന്നത്. കുറച്ച് സമയം അതിന് പകരം ഈ വോയിസിനെ ഒന്ന് ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവനൊന്ന് അടുത്തറിയാൻ ശ്രമിക്കുക. നമുക്ക് അടുത്തറിയും തോറും അതിലേക്ക് നമ്മുടെ ബോധാവസ്ഥ അവെയർനെസ്സിനെ കൊണ്ടുവരും തോറും അതിൻ്റെ മേൽ നമുക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ സാധിക്കും. നമ്മൾ ഈ കൊച്ചു കുട്ടികളൊക്കെ കുട്ടികളുടെ കൂടെ പലപ്പോഴും ഇപ്പോൾ പാരൻസൊക്കെ ഇരിക്കുന്ന സമയത്ത് കൂടുതലിപ്പോൾ കുട്ടികൾ അവിടെ കളിക്കുന്നു, ഫോൺ നോക്കുന്നു. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. മറിച്ച് നമ്മൾ ആ ഫോൺ നോക്കുന്നതിന് പകരം ആ കുട്ടികളെ തന്നെ പരിപൂർണമായും ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മുടെ പരിപൂർണമായിട്ടുള്ള അറ്റൻഷൻ അവരിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അവർ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് വരും. അല്ലാത്തിടത്തോളം നമുക്ക് അവരെ നിയന്ത്രിക്കാൻ, കുട്ടികളെ നിയന്ത്രിക്കാൻ വളരെ പാടായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് പരിപൂർണമായും അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് അവരെ നിയന്ത്രിക്കുന്നതിനും അവരെ നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരുന്നതിനും പറ്റിയ ഒരു കാര്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നർ വോയിസിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ഒരല്പം ശാന്തനാവും. പിന്നെ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ വയലൻ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് എന്താണ് ഇപ്പം എൻ്റെ ഉള്ളിൽ നടക്കുന്ന സംസാരം? ഇതെനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണോ? അതോ ഞാൻ മറ്റുള്ള ആളുകളെക്കുറിച്ച് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എൻ്റെ മനസ്സിലിപ്പോൾ വോയിസ് മറ്റുള്ള ആളുകളെ നോക്കി അവനെന്താ ഇങ്ങനെ? അവൻ്റെ പെരുമാറ്റം എന്താ ഇങ്ങനെ? അവൻ ആൾ ശരിയല്ലല്ലോ, അവൾ ആരും ശരിയല്ലോ. ഇങ്ങനെയൊക്കെയാണോ? മറ്റുള്ള ആളുകളുടെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ഞാൻ വളരെ അസൂയയോടുകൂടെയാണോ എൻ്റെ മനസ്സിൽ ഈ ശബ്ദം ഇപ്പോൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ നമ്മളൊന്നിങ്ങനെ ഒരു അവെയർനെസ്, ഒരു ബോധത്തോടുകൂടെ, ശ്രദ്ധയോടുകൂടെ ഇവനെങ്ങനെ നോക്കി കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഇത് ഇങ്ങനെ അനുകൂലമായിട്ട് വരും. അനുകൂലമായിട്ട് വരും. ആഹ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശാന്തമാകുന്നത് പോലെ ഇവനെ നിരീക്ഷിക്കുമ്പോൾ ഈ ശബ്ദം ശാന്തമായി വരും. ഇനി അങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കുക. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇവനെ നിരീക്ഷിച്ച് നോക്കുക. അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ നിയന്ത്രണത്തിൽ വരികയും പിന്നെ നമുക്ക് ചെറിയ തോതിലൊക്കെ ഇവനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നല്ല നല്ല ചിന്തകൾ നമുക്ക് കൊടുത്ത് മെരുക്കിയെടുത്ത് നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും. അതിൽ നമുക്ക് ചില ചിന്തകൾ, അതായത് ഇവനെക്കൊണ്ട് നമ്മളറിയാതെ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ചില ചിന്തകളൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം. ഓക്കെ. നല്ല കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വിജയങ്ങളെക്കുറിച്ച്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കഴിവിനെക്കുറിച്ച്, നിങ്ങളുടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ കുറേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ എഴുതി വയ്ക്കാം. എന്നിട്ടത് ബോധപൂർവമൊക്കെ ഒന്നിങ്ങനെ ഫീലിങ്ങോട് കൂടെ പറഞ്ഞു നോക്കാം. പിന്നെ ബോധപൂർവം തന്നെ ഈ ശബ്ദത്തിൻ്റെ സ്റ്റിയറിങ് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെ മനസ്സിലൂടെ പറയാം. ഇങ്ങനെയൊക്കെ അങ്ങനെ സ്റ്റോറികളുണ്ടാക്കി അതൊക്കെ നിങ്ങൾ ബോധപൂർവം പറയാം. ഇടയ്ക്കൊക്കെ ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് നല്ല പാട്ടൊക്കെ കേട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബോധപൂർവം മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ സെൽഫ് ടോക്ക് പതിയെ പതിയെ നമുക്ക് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. അല്പാൽപ സമയം മാത്രം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. ഒരു ദിവസത്തിൽ നമുക്ക് ഒരുപാട് സമയം ലഭിക്കും. പലപ്പോഴും നമ്മൾ പറയാറുള്ളത് എനിക്കൊന്നിനും സമയമില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഒരുപാട് സമയം നമ്മുടെ മനസ്സിലുണ്ട്. ഈ സമയമാണ് നമ്മൾ ചിന്തിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി നമ്മൾ കൊണ്ടുപോകുന്നു ഓരോ ദിവസവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബോധപൂർവം ഈ ഇന്നർ വോയിസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക.
അതിന് പ്രത്യേകിച്ച് സമയം നിങ്ങൾ നീക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇല്ല സമയത്ത് തന്നെ ഇപ്പം നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ ബോധപൂർവം നല്ല നല്ല ചിന്തകൾ ഇതിന് കൊടുക്കുക. ബോധപൂർവം ഈ ഇന്നർ വോയിസിനെയൊക്കെ നിരീക്ഷിക്കുക. ഇങ്ങനെ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് അതായത് ഈ ഇന്നർ വോയിസ് നിരീക്ഷിക്കുക, ബോധപൂർവം ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്നില്ല. കഴിഞ്ഞ കാലത്ത് നല്ല വിജയങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ ക്വാളിറ്റീസിനെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ നിങ്ങളെന്നും എഴുന്നേറ്റ് വന്ന് ഇവിടെ ഫോക്കസോടെ ഇരിക്കുന്ന നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ എൻ്റെ ഫോക്കസ് വളരെ എൻ്റെ ഡിസിപ്ലിൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. എനിക്ക് പ്രോഗ്രസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ എഫേർട്ട് എടുക്കുന്നു. അങ്ങനെ അത് നല്ലൊരു കാര്യമാണ്. അതിന് ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ബോധപൂർവം ചില ചില ചിന്തകളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഏഹ്, ഇതൊരു ശ്രമകരമായിട്ടുള്ള കാര്യമല്ല. കാരണം ചിന്തകൾ ചിന്തിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് അബോധപൂർവമായിട്ട് നടക്കുന്നു എന്ന് മാത്രം. അതിന് നമ്മളൊന്ന് ബോധപൂർവം അല്പസമയം അതിന് എഫേർട്ട് എടുത്ത് ചെയ്യുക എന്നൊരു കർമ്മം മാത്രം നിങ്ങൾ ഇടയ്ക്ക് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഇന്നർ വോയിസ്, സെൽഫ് ടോക്ക് പതിയെ പതിയെ പോസിറ്റീവ് ആവാൻ തുടങ്ങുകയും അത് നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ജീവിതത്തെ ഒക്കെ സ്വാധീനിക്കാൻ തുടങ്ങുകയും അത് നമുക്ക് റിസൾട്ടായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്നുള്ള റിസൾട്ടല്ല, പതിയെ പതിയെ ഈ സെൽഫ് ടോക്കിനെ പോസിറ്റീവാക്കി മാറ്റുക എന്നുള്ളത്. ഇത് നമുക്ക് ഓരോ ദിവസവും ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും ഒരു പുസ്തകം, ജേണൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുസ്തകമോ ഡയറിയോ ഒക്കെ ഓരോ ദിവസത്തെ കാര്യങ്ങളും അതായത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, നിങ്ങളെ തന്നെ പോസിറ്റീവാക്കി മാറ്റുന്നതിനുള്ള പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ഒരു റെക്കോർഡ്, പുസ്തകം നിങ്ങളെപ്പോഴും സൂക്ഷിക്കണം. എല്ലാ ദിവസവും അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം. പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, ഇതുപോലെ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ, പിന്നെ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, ഇതൊക്കെ എഴുതി വെക്കുക. നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യുക. നല്ല പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിങ്ങും ഒക്കെ മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങും. ഈ പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും അത് വളരെ നോർമൽ, വളരെ സ്വാഭാവികമായിട്ടും വരുന്ന ചിന്തയായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ മാറുന്ന സമയത്താണ് നമ്മൾ പ്രത്യേകിച്ച് ചലഞ്ചസൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ പറയുന്നതും ചിന്തിക്കുന്നു, അയ്യോ ഇതെന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു, എനിക്കിത് സഹിക്കാൻ വയ്യേ, എന്തുകൊണ്ട് ഇങ്ങനെ ദേഷ്യം വരുന്നു, ആളുകളുടെ വെറുപ്പ് വരുന്നു, ഇങ്ങനെയൊക്കെ വരുന്ന ആ ഒരു സെൽഫ് ടോക്ക് മാറിയിട്ട് ഓക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ഞാനതിനെ അംഗീകരിക്കുന്നു, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിലെന്താണുള്ളൊരു പരിഹാരം, അങ്ങനെ ഒരു സൊല്യൂഷൻ മോഡിലേക്ക് നമ്മുടെ മൈൻഡ് മാറും. അങ്ങനെ സൊല്യൂഷൻ മോഡിലേക്ക് മൈൻഡ് മാറുന്ന സമയത്ത് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്കതിനെ വളരെ ഈസിയായി മാനേജ് ചെയ്യാൻ സാധിക്കും. പാനിക് ആവാതെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ഉയർച്ച ജീവിതത്തിൽ ലഭിക്കും. ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഫിലോസഫി ഉണ്ട്. അതിൻ്റെ പേര് സ്റ്റോയിസിസം എന്നാണ്. സ്റ്റോയിസിസം പല പ്രശസ്തരായിട്ടുള്ള ആളുകളും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹിസ്റ്ററിയിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ നെപ്പോളിയൻ, അതുപോലെ മാർക്കസ് ഒറേലിയസ്, അങ്ങനെ കുറേ പ്രശസ്തരായിട്ടുള്ള, ലോകപ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ ലീഡേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത ഒരു തിയറിയാണ്. ഇപ്പോഴും തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള പല ഓൺടർപ്രണേഴ്സും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ് സ്റ്റോയിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സ്റ്റോയിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഏത് സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതിന് ഒരു പെർസ്പെക്റ്റീവോടുകൂടെ, അതായത് ഒരു ശരിയായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടെ, അതിൽ പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും കൊടുക്കാതെ ഇന്ന സംഭവം ഉണ്ടായി, അതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഇനി എനിക്ക് അതിൻ്റെ പരിഹാരം എന്ത്, അങ്ങനെ ചിന്തിച്ച് അതിന് പരിഹാരം കണ്ടെത്തുന്ന ആ ഒരു പ്രാക്ടീസ് അത് നമുക്ക് സ്റ്റോയിസിസം എന്ന് പറയാം. അപ്പോൾ പാനിക് ആവുന്നതിന് പകരം ഒരു പ്രോബ്ലം സോൾവർ ആവുക. ഇത് പരിശീലനത്തിലൂടെ, നമ്മുടെ മനസ്സിൻ്റെ പരിശീലനത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്താൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിനെ നിലനിർത്താൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജഡ്ജ്മെൻറ്റ്, അനാവശ്യ ചിന്തകളൊന്നും വരില്ല. മറിച്ച് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. ലോകത്തിൽ വിജയിച്ച ആളുകളൊക്കെ ഈ സൊല്യൂഷൻ കണ്ടെത്തുവാൻ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യിച്ച ആളുകളാണ്. ജീവിതത്തിൽ പുരോഗമിക്കാത്ത ആളുകളൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നത്തെ വലുതാക്കുവാൻ മനസ്സുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ പ്രാക്ടീസ് ചെയ്ത വ്യക്തികളാണ്. പലപ്പോഴും ആളുകൾ അതിലൊരു സുഖം കണ്ടെത്തുന്നു. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് പാനിക്കായി ടെൻഷൻ അടിച്ച് അതിനെക്കുറിച്ച് വിഷമിച്ച്
അത് മായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിച്ച് അങ്ങനെ വലിയ മോശമായിട്ടുള്ള രീതിയിൽ ചിന്തകളും കഥകളും സൃഷ്ടിച്ച് അതിലൊരു സുഖം കണ്ടെത്തുന്ന ആളുകളാണ് കൂടുതൽ ആളുകളും. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക അതിലെങ്ങനെ ഒരു സുഖം കണ്ടെത്തുന്നു. ചില ആളുകളുണ്ട് ആം, പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിൽ പാനിക്കായിട്ട് ആ പാനിക്കിൽ സുഖം കണ്ടെത്തുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. ബോധപൂർവ്വം ആയിരിക്കില്ല അത്, അബോധപൂർവമായിട്ട് ആയിരിക്കും അവർ ആ സുഖം കണ്ടെത്തുന്നത്. ചില ആളുകളിൽ എപ്പോഴും ജീവിതത്തിൻ്റെ പരാതികളെക്കുറിച്ചും ജീവിതത്തിൻ്റെ ആം, എന്താ പറയുക, മോശമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ചും പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവരതിലൊരു എൻജോയ്മെൻ്റ് അറിയാതെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോധാവസ്ഥ ഉയരുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ അതിനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ എനിക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ചില ആളുകളുണ്ട്, അവരെ അസുഖത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുമില്ലെങ്കിലും അവരെന്തൊക്കെ പറയും. ഓ, കുറച്ച് ദിവസമായി കയ്യിന് ഭയങ്കര വേദനയാണ്, എനിക്ക് അവിടെ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണ്. അങ്ങനെ അവർ അത് ഒരുപാട് തവണ നമ്മളോട് വലിയ വിശദീകരിച്ച് പറഞ്ഞു തരും. അതിൽ അവർ ഉള്ളിലൊരു ചെറിയൊരു സുഖം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അറിയാതെയായിരിക്കും അത് സംഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇങ്ങനെ ഇപ്പോൾ അതിലൊരു സുഖം കണ്ടെത്തുന്ന അസുഖങ്ങൾ ശരി, ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതിലെങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സുഖം കണ്ടെത്തുന്നത്. അപ്പോൾ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ആർക്കും ഇഷ്ടമല്ല. പക്ഷേ ചില ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അതിൽ നിന്ന് ഒരു സെൻറ്റിമെൻറ്റ്സ് അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കും. ആ, അതുകൊണ്ട് അതിലൊരു സുഖം കണ്ടെത്തുന്ന ആളുകളുണ്ട് അബോധപൂർവമായിട്ട്. അപ്പോൾ നമ്മളുടെ ബോധാവസ്ഥ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് നിലനിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഇതിലേതാണ് ശരി തെറ്റ് എന്നൊക്കെ. അങ്ങനെ നമുക്ക് അതിൽ നിന്നും വിടുതൽ, അതിൽ നിന്നും ഫ്രീ ആകുവാനും സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഇന്നർ വോയിസിനെ നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ആ ഉള്ളിൽ നടക്കുന്ന സംഭാഷണത്തെ നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. എന്തൊക്കെയാണ് എൻ്റെ സംഭാഷണങ്ങൾ? അത് കൂടുതലും ജഡ്ജ്മെൻറ്റ്സ് ആണോ? എന്നെ തന്നെ കുറ്റപ്പെടുത്തുകയാണോ? മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തുകയാണോ? എൻ്റെ പ്രശ്നത്തെക്കുറിച്ച് അതില്ലാത്ത കുറേ കഥകളാണോ സൃഷ്ടിക്കുന്നത്? ദേഷ്യമുള്ള വോയിസാണോ, ശബ്ദമാണോ എൻ്റെ ഉള്ളിൽ നടക്കുന്നത്? മറ്റുള്ളവരുടെ വെറുപ്പുകളാണോ നടക്കുന്നത്? ഇങ്ങനെ ഒന്ന് ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. പിന്നെ രണ്ടാമതായിട്ട് ഇടയ്ക്കൊക്കെ സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വിജയങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ നന്മകളെക്കുറിച്ച്, ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഒരുപാട് നന്മകൾ. അത് ഒക്കെ മറന്നു കളയുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. പലപ്പോഴും നമ്മുടെ തെറ്റുകൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ നമുക്കില്ലാത്ത കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയൊക്കെ ആയിരിക്കും കുറേ കാലങ്ങളായിട്ട് ചെയ്തത്. അതൊന്ന് മാറ്റി ആ, നമുക്ക് നേടിയിട്ടുള്ള നേട്ടങ്ങൾ, നമ്മളുടെ ക്വാളിറ്റീസ്, നമുക്ക് ഓരോരുത്തരും നല്ല നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ചിലപ്പം നിങ്ങൾ നല്ലൊരു കെയർ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. നിങ്ങളുടെ ഫാമിലിയൊക്കെ വളരെയധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. ചിലപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ആളുകളുമായിട്ട് മോശമായിട്ടൊന്നും സംസാരിക്കാതെ വളരെ സൗമ്യതയോടുകൂടെ നല്ല രീതിയിൽ സ്നേഹത്തോടുകൂടെ ആളുകളുമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. പിന്നെ അതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു, ഒരു വരുമാനം സൃഷ്ടിക്കുന്നു, അങ്ങനെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇടയ്ക്ക് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ പല ക്വാളിറ്റീസും നിങ്ങൾക്കുണ്ടായിരിക്കാം. അപ്പോൾ ആ ക്വാളിറ്റീസൊക്കെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലൂടെ ഓർത്ത് തേടി പിടിച്ച് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഫീൽ ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഇന്നർ വോയിസ് മെല്ലെ മാറുവാൻ തുടങ്ങും. ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നമ്മളതിന് നടത്തേണ്ടത്. അപ്പോൾ ഈ നിമിഷത്തിൽ നിലനിൽക്കുക, പരമാവധി പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കാൻ നമ്മുടെ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. നമ്മുടെ ഇന്നർ വോയിസിനെയൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. പിന്നെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ബോധപൂർവം സൃഷ്ടിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് ചെയ്യുക. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നാളെ രാവിലെ 7 മണിക്ക് ആസ് യൂഷ്വൽ മെഡിറ്റേഷനുണ്ട്, ക്ലാസ്സുമുണ്ട്. താങ്ക് യു.